ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ രാവിലെ 5:05 ഉണ്ട്. അപ്പോൾ നേരത്തെ എണിച്ചത് തൊഴുത്ത് ക്ലീനിങ് പരിപാടി തുടങ്ങിയപ്പോൾ നല്ല തണുപ്പിട്ടാ നോക്കുന്നോ. അപ്പം ഇവിടെ വന്ന് കിടക്കണം കുട്ടപ്പൻ വൈക്കോല്. പിന്നെ അങ്ങനെ ഒരു വൈക്കോല് ഇന്നും പോടാ തണുത്തിട്ടാണേ, നല്ല തണുപ്പല്ലേ. നല്ല കാച്ചിട്ട് കൈയൊക്കെ കുളിരടിച്ചു, അത്രയും തണുപ്പുണ്ട്. കാരണം ഇവിടെ 4 സൈഡും ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ നെറ്റ് വാങ്ങിച്ച് കെട്ടണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി പശു കാണിച്ചു, അമ്മ പശു കാണിച്ചു. ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവൾ കറക്കാൻ വിടും എന്തോ അകിട് കണ്ടോ, ഫുള്ളും ഇതായിട്ട് നിൽക്കുന്നുണ്ട്, പാലിറങ്ങി നിൽക്കുന്നുണ്ട്. തണുത്തിട്ട് വിറയ്ക്കുക. അപ്പോണിപ്പോൾ ക്ലീനിങ് പരിപാടി കേട്ടോ. രാവിലെ എണിച്ചെന്നിപ്പോൾ ഇത്തിരിയേ ഉള്ളൂ ഇപ്പോൾ, അല്ലെങ്കിൽ ചളവുകൾ. അവൾ മൂത്രം ഒഴിക്കുമ്പോഴേക്കും അത് വാരിക്കുമോ ക്യാച്ച്. അവൾക്ക് ഭയങ്കര പേടിയാണ്. എന്തിനാണ് അവൾ പേടിക്കണമെന്ന് അറിയില്ല. നമ്മൾ തല്ലിയെടുക്കുക ചെയ്തിട്ടാണെങ്കിൽ പേടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ തല്ലിയതിൻ്റെയാണെന്നെങ്കിലും പറയാം. നമ്മളൊരു തല്ല് പോലും അവർ തല്ലാറില്ല. കാരണം നമുക്ക് പശുക്കളിലും എന്താണ് പോത്തുകളിലും ഭയങ്കര സ്നേഹമാണ്. കാരണം മിണ്ടാപ്രാണികളില്ലേന്ന് വെച്ചിട്ട് അവർ ഓരോ കുരുത്തക്കേട് ഒപ്പിച്ചാൽ പോലും നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് പലവിടെയും എന്താണ് ഇവരെയൊക്കെ തല്ലുന്നതും ഇതാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ അവൾക്ക് എന്താ അറിയില്ല, ഭയങ്കര പേടിയാണ്. വന്ന സമയം മുതലേ അമ്മ പശുവിന് ഭയങ്കര പേടിയാണ്. പിന്നെ കുഞ്ഞു പശു ആൾ ഇല്ലാടിയാണ് കേട്ടോ. അപ്പോൾ പറയാം, നമുക്ക് പശുവിന് കൊടുക്കണമെങ്കിലും അമ്മണി പശുവിന് കൊടുക്കുക, കുഞ്ഞു പശുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കൊടുക്കുകയില്ല പറയാം. കുഞ്ഞു പശു ഭയങ്കരതാണ്. എനിക്ക് കുഞ്ഞു പശുവിന് ഭയങ്കര, അമ്മ പശുവിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇവളിങ്ങനെ 2 ദിവസം ഉണ്ട്, അതും കൂട്ടി ഇപ്പോൾ 3-ാമത്തെ ദിവസം ഇരുന്നപ്പോൾ രാവിലെ ഇങ്ങനെ പാല് കറക്കാൻ അവൾ സമ്മതിക്കില്ല എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. കുറേ പേരുടെ കമൻസ് ഉണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ശരിക്കും തളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പോത്തിനെയും പശുവിനൊക്കെ നമ്മൾ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ എത്തി. ആണ് ഇങ്ങനെ ഇവൾക്ക് ഇങ്ങനെ ആയപ്പോൾ നമുക്ക് ആകെ ടെൻഷനൊക്കെ. കാരണം കറക്കാനും പറ്റുന്നില്ല, കൈ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം. പിന്നെ വേറെ ആരുമില്ലല്ലോ, ഞാനും ഒപ്പും മാത്രമേ ഉള്ളൂ. എനിക്ക് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പു ഇറക്കാം, അപ്പുനും ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു വഴിയില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കാനൊക്കെ വെച്ചതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസ് കണ്ടപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഓരോരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ. ഇപ്പോൾ അപ്പുവിൻ്റെ ശബ്ദമൊക്കെ പോയി കിടക്കുകയാണ് ജലദോഷമായിട്ട്. ഞാൻ രാവിലെ നേരത്തെ നിൽക്കുമ്പോൾ തലയിൽ അതാണ് അല്ല ക്യാപ്പോ തോർത്തൊക്കെ കെട്ടാൻ പറയണത്. അപ്പുവിന് അതുകൊണ്ട് ശബ്ദം കൊടുത്ത് സംസാരിക്കാനും പറ്റില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നുള്ളൂ കേട്ടോ. ആകെ നമുക്ക് കഷ്ടകാലമാണ്. തൊട്ടതും പിടിച്ചതൊക്കെ ഞങ്ങൾക്ക് കഷ്ടകാലമാണ്. ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചു, പക്ഷേ ഇപ്പോൾ കൂടുതലായി ചുമക്കട്. സത്യമായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, നമുക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഉള്ള പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള വളരെ ചുരുക്കം പേരെ നമുക്ക് സപ്പോർട്ടായിട്ട് കമൻസിലാണ് എനിക്കൊരു വളരെ ചുരുക്കം പേരേ ഉള്ളൂ. പക്ഷെ ആ ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു പ്രചോദനമോ അല്ലെങ്കിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും ഇതിപ്പോൾ ഉറങ്ങി എനിക്ക് ആദ്യം നോക്കിയത് കമൻസാണ്. കാരണം എന്താ വെച്ചാൽ ആ കമൻസ് എടുത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് ചവിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. കാരണം എന്താ വെച്ചാൽ അല്ലാത്തൊരു ഇതുണ്ട്, ഇന്നലെ നാളെ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയും അതൊക്കെ കിട്ടാൻ തുടങ്ങി. എല്ലാവർക്കും എന്തായാലും വളരെ നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലയേറിയതാണെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. ഇവളെ കുടിപ്പിക്കാനഴിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ കൊടുത്തിട്ട് വേറെ വാങ്ങിക്കാന്നൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ പോത്തിന് കൊടുത്തിട്ട് അപ്പോൾ പോത്തിന് കൊടുത്തിട്ട് നമുക്ക് 1-2 പശുവിനെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് പോത്ത് ആരും സെയിലാവുന്നില്ല കേട്ടോ. പോത്ത് വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പോത്തുകളുടെ വീഡിയോസൊക്കെ കാണുന്നില്ല, കമൻറ്റ് ചെയ്തോട്ടോ. നമുക്ക് പോത്തിന് സെയിൽ ചെയ്യാൻ നമുക്കിപ്പോൾ ഒന്നുമില്ല, മുന്നു മുതലേ നോക്കി തുടങ്ങുന്നുണ്ട്. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുന്നു മുതലേ നോക്കി തുടങ്ങുന്നുണ്ട്. പക്ഷേ എന്താ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പോത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വില, കാരണം ഈ കച്ചവടക്കാർ തന്നെ വരുന്നത് കൊണ്ട് അവർ വില കാണുന്നില്ല. ഇപ്പോഴും ചൂട്ടണേ. പിന്നെ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊളയിളകിയതാവും എന്നാണ് ഡോക്ടറും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആവും ചിലപ്പോൾ അകിടിൽ വല്ല പ്രശ്നം ഉണ്ടാകും. കാരണം നിങ്ങൾ പറഞ്ഞാൽ കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഒരു പ്രശ്നമില്ലാത്ത പശുവായിരുന്നു. അപ്പം ഞാൻ കറക്കുന്ന വീഡിയോസൊക്കെ ഞാൻ അത്രയും കറക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ അത്രയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവൾ അത്രയ്ക്ക് നന്നായിട്ട് നിന്ന് തന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയണില്ല. കാരണം നമുക്ക് പേടിയാകും. അടുത്ത് പോയി ഇരിക്കുമ്പോൾ തന്നെ അവൾ നല്ല ഹൈറ്റിലാണ് കാല് വെക്കുന്നത്. ഭയങ്കര പേടിയാണ് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എനിക്ക് നല്ല പേടിയാണ്. അപ്പനും ഭയങ്കര പേടിയുണ്ട്. ഞാൻ എന്നിട്ട് അപ്പനോട് അപ്പു നീ തറന്നോ, എനിക്ക് പേടിയാവുമെന്നൊക്കെ ഞാൻ പറയും.
അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ കറക്കാൻ സമ്മതിക്കുമോ, കുത്തി വെച്ചാൽ നമ്മൾ എങ്ങനെയാണ്. അകിടിൽ നീരും വരാൻ പാടില്ലല്ലോ, നീര് വരാണ്ടിരിക്കണമെങ്കിൽ അകിടിലെ പാല് ഫുള്ളും വലിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതിനാണ് കുഞ്ഞു പശുവിനെ വിട്ട് പാല് മൊത്തം കുടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞ വെള്ളണ്ട, ഞാൻ പോവാം. ഇത് ചേറ് വയ്ക്കുമല്ലോ, എവിടെയുണ്ട് പാത്രം വയ്ക്കുമോ? പാത്രമൊന്നും എടുത്തില്ലല്ലോ, പാത്രം എടുത്തില്ല. ഞാൻ പശുവിനെ പാലൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട്. വെള്ളവും ഇപ്പോൾ വെള്ളവും വേണം. നമ്മൾ നോക്കുക ഏതൊക്കെ എങ്ങനെയൊക്കെ എണ്ണ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് നോക്ക്. എന്തൊക്കെ നമ്മൾ വെള്ളയിൽ ട്രൈ ചെയ്ത് നോക്കിയാലും നമ്മളിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ബടി ബാ 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 ബടി ബാ ബാ നോക്കാം. ഞാൻ അവളുടെ കാലിൻ്റെ താഴെ സ്റ്റൂളൊക്കെ വെച്ചിട്ട് നിൽക്കുക. അത് അവൾ തട്ടിയാലും സ്റ്റൂളല്ലേ തട്ടുള്ളൂ, പൊട്ടിയാലും സ്റ്റൂളല്ലേ പൊട്ടുള്ളൂ. പക്ഷെ മേത്തെങ്ങാനും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതാണ് വേണ്ട. നമ്മുടെ പശുക്കൾ ബാക്കി നിൽക്കുന്നുണ്ട്. പാൽപാത്രം ഒന്ന് കപ്പ് കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ വീഴ്ച കാണാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയില്ല, ഒരു നാടാകുമ്പോൾ നമ്മുടെ വീഴ്ച കാണാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് അത് കാണുമ്പോൾ സന്തോഷിക്കും. അപ്പം ഞങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. എല്ലാവരും വാങ്ങിക്കുമ്പോഴും പറഞ്ഞു അത് വാങ്ങിക്കണ്ട, അങ്ങനെ റിസ്ക്കാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പൂനിത് ഭയങ്കര ആഗ്രഹമാണ്, അപ്പൂന് സ്വപ്നമാണ് പശുവിനെ വളർത്തണം, പോത്തിനെ വളർത്തണം എന്നുള്ളതൊക്കെ. അപ്പം ഞാനത് സപ്പോർട്ട് ചെയ്ത് അപ്പം കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്നൊക്കെ. അല്ലേ പോ എന്താ പാൽപ്പാത്രം ഇവിടേക്ക് നിൽക്കാടെ വിളിച്ചില്ല. നമ്മളിത് വെറുതെ ഒരു ലാഭം അല്ലെങ്കിൽ പൈസ മാസം അത് പ്രതീക്ഷിച്ചല്ല. സത്യമായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കുറേ ആയിട്ട് നമ്മളെന്ത് ബിസിനസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഓരോരുത്തർ ചോദിച്ചൊരു അഭിപ്രായമുണ്ട്. എന്നോട് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാനുള്ള അഭിപ്രായം ഫാം നടത്തുക എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ വീഡിയോസും പറഞ്ഞു. എന്തായാലും വീഡിയോ കാണാം കേട്ടോ. എൻ്റെ സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ്, ജലദോഷമാണ്. അതുകൊണ്ട് ഇവിടെ ചവിട്ടോ ഇല്ലെന്നുള്ളൂ. നമ്മൾ ഇന്നലത്തെ ഒറ്റ ഇഷ്യൂ കൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നി. മടുപ്പല്ല, നമ്മളാകെ തളർന്ന പോലെയായി. ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്തത്. ആദ്യം ഒരു പശു വാങ്ങിച്ചു, അതിനും പ്രശ്നമായിട്ട് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവളെ കൊണ്ടുവന്നു, ഇവളും ഇങ്ങനെ പ്രശ്നമായപ്പോൾ നല്ല സങ്കടമായി. അതുകൊണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും ഉറപ്പ്, എന്തായാലും നമ്മുടെ കമൻസിൽ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ഞാൻ ഉറപ്പ് തരാമല്ലോ. നമ്മളെന്തായാലും തോറ്റു കൊടുക്കില്ല എന്ന് ഉറപ്പാണ്. ഞാൻ ആലോചിച്ചിരുന്നു കൊടുക്കാനൊക്കെ. ഇനി ഇവിടെ കൊടുത്താൽ തന്നെ നമ്മൾ പോത്തുണ്ട്, പോത്തിനും കൂടി കൊടുത്തിട്ട് ഇവരെ കൊടുത്തിട്ട് മൊത്തത്തിൽ നമുക്ക് വേറെ പശുക്കളായിട്ട് എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്കൊരു പോത്തും വെച്ചിട്ട് ഒരു പോത്തെടുക്കാം. അതായത് നമുക്ക് 2-3 പശുവൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എന്തായാലും ചെയ്യും, ഉറപ്പാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രതീക്ഷ പോലെ വിജയിക്കുന്നില്ലല്ലോ. നല്ല പേടിയുണ്ട്, കാരണം അവൾ ചവിട്ടുമോ എന്നുള്ളൊരു പേടി. ഒന്നുകൂടി നോക്ക്, കണ്ടില്ലേ നന്നായിട്ട് പാലിറങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവളിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. പതിയെ തൊട്ട് നോക്കുന്നു നിൽക്ക്. ഞാൻ അവിടെ നിലത്ത് പോലെ ഇരിക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ഫോണോട് വയ്ക്കാം. നമുക്കെന്തായാലും അവൾ കറക്കാൻ സമ്മതിക്കുന്നില്ല. ഞാനപ്പോൾ ഇന്നലെ കമൻസിലൊക്കെ പറയണ്ടായിരുന്നു, ഞങ്ങൾ നേരത്തെ ചെയ്ത് നോക്കിയതാണ്. മൂക്കയറിൽ പിടിച്ച ഒരാൾ പതിയെ അവിടെ തലോടിക്കൊണ്ടിരിക്കാം. അപ്പോൾ പൊന്നു കറക്കട്ടെ എന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കുറേ നേരം നോക്കി കേട്ടാ, അവളുടെ അകിടിൻ്റെ താഴേക്ക് ഇരുന്ന് ഞാൻ കറക്കാൻ പറ്റുമോ നോക്കി. പക്ഷേ അവൾക്ക് ഈ സൈഡ് നമ്മൾ ആക്കുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടി പറഞ്ഞാൽ, കാരണം അവൾ ചവിട്ടുന്നത് ഭയങ്കര ഹൈറ്റിലാണ്. അപ്പോൾ നമ്മുടെ കയ്യോ കാലൊക്കെ മുറിഞ്ഞാലോ എന്ന് മേടിച്ചിട്ട് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പു ഇങ്ങനെ മൂക്ക് കയറിൽ വലിച്ച് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾ ഒരു വിധത്തിലും ഇന്നലെ വൈകുന്നേരത്ത് കാണിച്ചതിനെക്കാട്ടി എത്രയോ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഭയങ്കര പേടിയാട്ടോ. അവൾ ജസ്റ്റ് ഒന്ന് കാല് പൊക്കിയാൽ തന്നെ ഞാൻ പേടിച്ചിട്ടാണ് പോയത്.
അപ്പോൾ അപ്പോൾ പറഞ്ഞു ശരി എന്നാൽ നീ പിടിക്കുക ഞാൻ നോക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഈ സൈഡാണല്ലോ പ്രശ്നം. എന്നപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കറങ്ങി നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ കാമ്പിലൊക്കെ വലിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഒന്നും കാണിച്ചതേ ഇല്ല. അപ്പോൾ അപ്പോൾ പാത്രം എടുത്തിട്ട് ഇങ്ങനെ നിന്നിട്ട് കറക്കുന്നുണ്ട്. നമ്മൾ 5 മണിക്ക് കറക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ കറവ് കഴിഞ്ഞത് 7 മണി 6:55 ആ ഒരു ടൈമിലാണ് കേട്ടോ. കുറേ ടൈം എടുത്തിട്ട് നമ്മൾ കറന്നത്. കാരണം അകടിൽ നീര് കെട്ടി നിൽക്കുന്നുണ്ട്. ആ ഒരു കാമ്പ് പറഞ്ഞില്ലേ അവൾ തൊടാനേക്കകത്ത്, അതിൽ ഫുൾ നീരാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളും കറന്നെടുത്താൽ മാത്രമാണ് അവൾക്ക് നീര് വരാണ്ടിരിക്കുകയുള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്കും നീരെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അപ്പോൾ ഇങ്ങനെ കറക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഈ സൈഡ് കറക്കുമ്പോഴായിട്ട് അവൾക്ക് വേദന. എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന കാമ്പ് കണ്ടില്ലേ, ഈ കാമ്പാണ് അവൾക്ക് പ്രശ്നം. ഈ കാമ്പ് തൊടുമ്പോഴാണ് ഞങ്ങൾ തൊടാൻ വിടാത്തത് കേട്ടോ. അതിൽ 1-2 കറുത്തില്ല ചുവപ്പ് കളറിലുള്ള പാടുകളുണ്ട്. അത് പശുക്കുട്ടിനെ വിട്ടിട്ടാണ് തോന്നുന്നു. പക്ഷേ അകടിൽ പാല് നിൽക്കാനും പാടില്ലല്ലോ, നിന്ന് കഴിഞ്ഞാൽ നീർക്കിട്ടും. അതുകൊണ്ട് നമുക്ക് കുട്ടീനെ കുടിപ്പിക്കാണ്ട് വേറെ വഴിയുമില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് കറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരം അവളുടെ അടുത്തിരുന്ന് തലോടി കൊടുത്തതാണ്. അപ്പോൾ അവൾ നിൽക്കുന്നുണ്ട്, കുഞ്ഞു പശു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് കുറച്ച് കറന്നെടുക്കാലോ വെച്ചിട്ടാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡ് അകട് ഒന്ന് കറന്ന് നോക്കണം, ഒരു കാമ്പും കൂടെ കറന്ന് നോക്കണം. ഇപ്പുറത്തെ കാമ്പുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അന്ന് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന കാമ്പ് അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഡോക്ടർ വന്നിട്ട് അതിൽ പുരട്ടാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കുരുക്കൾ പോകാനുള്ള ഒരു പൊടി എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ പൊടി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് മുറിയായി കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് വേണം. പിന്നെ ഡോക്ടറെ വിളിച്ചിട്ട് എന്നാലും ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ട്. ആളെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ പാലിറക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക്. പിന്നെ ലാസ്റ്റ് അപ്പോൾ ഇപ്പോഴും രാവിലെയും സമീപിക്കേണ്ട. ഇപ്പോൾ നമുക്കിവിടെ കൊടുത്താലോ എന്നാൽ നമുക്ക് വേറെ കമൻസിൽ പറഞ്ഞ പോലെ നമുക്ക് വേറെ പശുക്കളെ മേടിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ കൊടുക്കാൻ നമുക്കൊരു റീസൺ ഇല്ല. കാരണം അവളിങ്ങനെ പാലിറക്കുമ്പോൾ ചവിട്ടണമെന്നുള്ളൊരു കാരണമുള്ളൂ. കാരണം നമ്മൾ പാല് ഇത്ര ദിവസം കറക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ചവിട്ടുമ്പോൾ ഞങ്ങൾ തമ്മിലിങ്ങനെ ഡിസ്കസ് ചെയ്ത കാര്യം ഇത് തന്നെയാണ്. കാരണം ഇത്ര ദിവസം അവൾ നമ്മൾ അകടിയിൽ തൊടുമ്പോൾ മിണ്ടാണ്ട് നിന്ന ഒരു പശു ഇത്രയും അവൾ തൊഴിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അകടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ, വേദനയോ കല്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും അവൾക്ക് ഉണ്ടാവാണ്ട് ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കൂടി നമ്മൾ പുതിയതായിട്ടൊരു സംരംഭം അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ഭയങ്കര പേടിയാണ്. അപ്പോൾ പറയും എൻ്റെ അടുത്ത് എന്താണ് നമുക്ക് വേണ്ട ഇതൊക്കെ കൊടുക്കാൻ പറയും. പക്ഷെ അപ്പൂന് മനസ്സുകൊണ്ട് ഒരിക്കലും അപ്പൂന് അവരെ കൊടുക്കാനോ ഇതാവാനോ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഭയങ്കര പേടിയാണ്. 2 കമ്പിലും കറന്നു കഴിഞ്ഞാൽ ഈ കമ്പിലാണ് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടില്ലേ 2ാമത്തെ കമ്പ് കറന്ന് നോക്ക്. അപ്പം അതും കറക്ക്. എനിക്ക് പേടിയാണേ. ശരി, ഞങ്ങൾ നോക്കട്ടെ ഇടയ്ക്ക് നമുക്ക് പാല് കിട്ടുന്നു നോക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാട്ടോ. എടപ്പ് പാല് അപ്പൂൻ്റെ 2 മണിക്കൂറിൽ പരിപാലനം ചെയ്യുന്നു. പാല് കറന്നതാ, നേരം പുലർന്നു. നമ്മുടെ വീഡിയോ 5 മണിക്ക് 5:15 5:20 എന്താകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സമയം എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ എത്ര നേരം ഞാൻ മൂക്കയറി പിടിച്ച് എത്ര നേരം ഇവിടെ ഇരുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായത്. അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണ് കേട്ടോ. ഈ സൈഡാണ് അവൾക്ക് നീരുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതും ഈ കാമ്പും കറന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ കറന്നെടുത്തു. നമുക്ക് സമയമായാലും കുഴപ്പമില്ല, അവൾക്ക് നീരുണ്ട്. നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോവയ്ക്കൻ്റെ ഇലയും കല്ലുപ്പും കൂടെ അരച്ച് തേച്ച് കഴിഞ്ഞാൽ മാറുന്നതാണ് ഞങ്ങളൊക്കെ വീട്ടിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, വരും. നമ്മൾ അകിടിൽ കോവയ്ക്കൻ്റെ ഇലയും കല്ലുപ്പും കൂടെ അരച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വീക്കത്തിന്. ഇതൊരു നാടൻ പ്രയോഗമാണ് കേട്ടോ. പണ്ട് മുതലേ നമ്മൾ അകിട് വീക്കുമ്പോൾ അതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ മിക്കൂസ് എനിച്ച് വന്നിട്ടുണ്ട്, പശുവിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു വിജയം പറയുന്നത്.